മുമ്പേ ചർച്ച ചെയ്തു പോകേണ്ട വിഷയമാണ്. പക്ഷേ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ ഈ വിഷയം 2 ദിവസം നീണ്ടുപോയി എന്നേ ഉള്ളൂ. ഓർമ്മയുണ്ടല്ലോ നമുക്ക് ആ ദിനങ്ങൾ. നിയന്ത്രണങ്ങളും അടച്ചുപൂട്ടലും സമ്പർക്ക വിലക്കും ഒക്കെയായി കടന്നുപോയ കോവിഡിൻ്റെ കാലം. കൊറോണ വൈറസിൻ്റെ വിവിധ വകഭേദങ്ങളെ നാം അതിജീവിച്ചു. ചികിത്സ കിട്ടാതെയോ ഓക്സിജൻ കിട്ടാതെയോ ഒരു രോഗിക്ക് പോലും കേരളത്തിൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ അത്രമേൽ മികച്ചതായിരുന്നു. മരിച്ചവരെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നാം കൃത്യമായി സംസ്കരിച്ചു. അന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം ചോദിച്ച ചോദ്യമായിരുന്നു, എന്താണ് കേരളത്തിൽ മാത്രം കോവിഡ് കുതിച്ചുയരുന്നത് എന്ന്. ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളും സാഹചര്യവും അത്രമേൽ മികച്ചതായതുകൊണ്ടാണ് ഞങ്ങൾ കോവിഡ് വേഗം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതെന്ന മറുപടി അവരെ തൃപ്തിപ്പെടുത്തിയില്ല. ഗംഗാനദിയിൽ അജ്ഞാത മൃതദേഹങ്ങൾ ഒഴുകി നടന്ന ഭീതിത ദൃശ്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. തിട്ടപ്പെടുത്താത്തത്ര ചിതകൾ ഒന്നിച്ച് കത്തിയ വാർത്താ ചിത്രങ്ങൾ കണ്ട് പകച്ചു നിന്ന മരണമാരിക്കാലം കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ആ മൃതദേഹങ്ങൾക്കൊന്നും പക്ഷേ കണക്കുണ്ടായിരുന്നില്ല. എന്നാൽ 2021 യഥാർത്ഥ മരണനിരക്ക് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം പുറത്തുവിടുമ്പോൾ ഈ ചിത്രമെല്ലാം മാറിമറിയുകയാണ്. കേരളമായിരുന്നു ശരിയെന്ന് വ്യക്തമാകുകയാണ്. ആദ്യം കാണാം RDX റാം. 2021 മരണനിരക്ക് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംസ്ഥാനങ്ങൾ കോവിഡ് മരണം മറച്ചുവെച്ചതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത്. കോവിഡിന് മുൻ വർഷമായ 2019 രാജ്യത്തെ മരണനിരക്കിനേക്കാൾ 20 ലക്ഷത്തിനടുത്ത് വർധനയാണ് 2021 ഉണ്ടായത്. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് പതിവിന് വിപരീതമായി അപകട മരണങ്ങളോ കുറ്റകൃത്യങ്ങളോ 2021 കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അധിക അസ്വാഭാവിക മരണങ്ങൾക്ക് കാരണം കോവിഡ് ആകാമെന്ന് നിസ്സംശയം വിലയിരുത്താം. ഗുജറാത്താണ് മരണനിരക്ക് ഒളിപ്പിച്ചതിൽ 1ാം സ്ഥാനത്തുള്ളത്. 2019 നിന്ന് വിപരീതമായി 1.95 ലക്ഷം അധിക മരണമാണ് 2021 ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കോവിഡ് കണക്കിൽ മരണസംഖ്യ വെറും 5809 മാത്രം. മരണസംഖ്യ കൂടുന്നതിൽ കേന്ദ്രത്തിൽ നിന്നും ദേശീയ മാധ്യമങ്ങളിൽ നിന്നും പഴികേട്ട കേരളമാണ് പരമാവധി സുതാര്യതയോടെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതെന്ന് CRS ഡാറ്റയിൽ വ്യക്തം. കോവിഡ് മരണനിരക്ക് പൂഴ്ത്തിയതിലൂടെ ധനസഹായം ഉൾപ്പെടെയുള്ളവ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കാനായെന്നതാണ് ഇതിന്റെ മറ്റൊരു വശം. RDX റാപ്പ് ന്യൂസ് മലയാളം. ആ കണക്കിലെ കള്ളം പൊളിഞ്ഞ വഴി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ കോവിഡ് മരണത്തിലെ പൊരുത്തക്കേട് തുറന്നു കാട്ടുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. സിവിൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങളിലൂടെ അപഗ്രഥിച്ച മരണനിരക്കാണ് പുറത്തു വന്നത്. 2021 രാജ്യത്തെ മരണസംഖ്യ കോവിഡിന് മുൻ വർഷമായ 2019 20 ലക്ഷം കൂടുതലായിരുന്നു. മരണനിരക്കിലെ വർധന 2021 കോവിഡ് മരണനിരക്കായ 3.3 ലക്ഷത്തിൻ്റെ 6 ഇരട്ടി. മരണക്കണക്കിലെ പൊരുത്തക്കേട് എങ്ങനെയാണെന്ന് നോക്കാം. കണക്കിൽപ്പെടാത്ത ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ഗുജറാത്തിലാണ്. 2021 പുറത്തുവിട്ട ഗുജറാത്തിലെ കോവിഡ് മരണനിരക്ക് 5809 മാത്രമായിരുന്നു. അസ്വാഭാവിക മരണമാകട്ടെ 1,90,50,000. ബംഗാളിൽ 2021 പുറത്തുവിട്ട മരണനിരക്ക് 10,052 മാത്രമാണ്. അസ്വാഭാവിക മരണമാകട്ടെ 1,50,000. CRS ഡേറ്റ പ്രകാരം മധ്യപ്രദേശിൽ കൂടുതൽ വന്നത് 18.3% മരണമാണ്. ബീഹാറിൽ 12.7%. UPയിൽ 2021 പുറത്തുവിട്ട കണക്ക് 14,563 മരണമാണ്. അസ്വാഭാവിക മരണമാവട്ടെ 1 ലക്ഷത്തിലേറെയും. താരതമ്യേന കൃത്യമായ വിവരം കൈമാറിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കേരളത്തിലെ 2021 കണക്ക് 44,721 മരണങ്ങളാണ്. കേന്ദ്രത്തിൻ്റെ CRS കണക്ക് പ്രകാരം 65,655. ഉത്തരാഖണ്ഡിൽ 2021 പുറത്തുവിട്ട നിരക്ക് 5,909. കേന്ദ്ര കണക്ക് പ്രകാരം 9,689. തമിഴ്നാട്ടിൽ 2021 പുറത്തുവിട്ട കണക്കുകളേക്കാൾ 6.7% അധിക മരണനിരക്കുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്ര തുടങ്ങിയ മിക്ക സംസ്ഥാനങ്ങളും കണക്കുകൾ പൂഴ്ത്തി. കേരളത്തിലെ കോവിഡ് മരണങ്ങൾ നോക്കാം. കോവിഡ് കേസുകളും മരണനിരക്കും കൂടിയതിൽ കേരളം കേട്ടത് വലിയ പഴിയാണ്. കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയെന്ന കേരളത്തിൻ്റെ വാദം പക്ഷെ ശരിയായി. താരതമ്യേന സുതാര്യത കാണിച്ച കേരളം പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് വന്നു. CRS മരണനിരക്കും കേരളത്തിൻ്റെ കണക്കും തമ്മിൽ വ്യത്യാസം 1.5% മാത്രമാണ്. കോവിഡ് മരണമെന്ന് ഉറപ്പിച്ചത് എങ്ങനെ എന്നതല്ലേ 2015, 2019 വരെയുള്ള ആകെ മരണനിരക്ക് വിശകലനം ചെയ്തു. ഇതുപ്രകാരം 2020-2021 വർഷത്തെ പ്രതീക്ഷിത നിരക്ക് കണക്കാക്കി. പ്രതീക്ഷിത നിരക്കും പുറത്തു വന്ന CRS ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം വിശകലനം ചെയ്തു. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ കോവിഡ് അല്ലാതെ മറ്റു മരണങ്ങൾക്കുള്ള സാധ്യത കുറവായിരുന്നു. രജിസ്ട്രേഷന് പ്രേരകമായത് കോവിഡ് നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭിക്കാൻ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമായി. പെൻഷൻ പദ്ധതി, സ്വത്തുവിവരം
വീതം വയ്പ് എന്നിവയ്ക്കെല്ലാം സർട്ടിഫിക്കറ്റ് ആവശ്യമായി. അങ്ങനെയാണ് പതുക്കെയാണെങ്കിലും സത്യം പുറത്തു വരുന്നത്. ഈ പതുക്കെയാണെങ്കിലും സത്യം പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. താരതമ്യേന സുതാര്യത കാണിച്ച കേരള സംസ്ഥാനമാണ് സുതാര്യത കാണിച്ചത് എന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചു. തനിഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ സംഘർഷത്തിൻ്റെ സാഹചര്യമൊക്കെ നിലനിന്നുകൊണ്ട് കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോയ വിഷയമാണ്. പക്ഷേ ഉറപ്പായും കേരളം ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. കാരണം സുതാര്യതയുടെ വിലയാണ് സത്യത്തിൽ നമ്മൾ കൊടുത്തത്. ഈ ആരോപണങ്ങൾ മുഴുവൻ പഴി കേട്ടത്. എന്തായാലും നമ്മളിങ്ങനെ ആത്മാഭിമാനമില്ലാതെ കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകേണ്ടതില്ലല്ലോ. കേരളം അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതെ, നിശ്ചയമായിട്ടും. അതായത് ഇതിപ്പോൾ തന്നെയും താരതമ്യേന സുതാര്യമായെന്നാണല്ലോ ജോൺ ബ്രിട്ടാസ്. എന്ന് വെച്ചാൽ ചെറിയ കണക്കിലെ വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഹർഷൻ, അക്കാലത്ത് അത്രമാത്രം വലിയ പഴി ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെ, വീണ ജോർജിന് നേരെ, ആരോഗ്യ സംവിധാനങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൃത്യം കണക്കായിരുന്നേനെ. അതായത് നമ്മുടേത് അത്രക്ക് ഗംഭീരമായിട്ടും കൃത്യവുമായിട്ടാണ് ഈ കോവിഡ് രോഗത്തിൻ്റെ ട്രാക്കിംഗ് നമ്മൾ നടത്തിയത്. ആർക്കൊക്കെ രോഗമുണ്ട്, എത്ര പേർക്ക് എവിടെ എങ്ങനെയൊക്കെയുണ്ട്, എത്ര പേർക്ക് പടരാൻ സാധ്യതയുണ്ട്, എത്ര പേർ രോഗം മൂലം മരിച്ചിട്ടുണ്ട്, അതിനൊക്കെ പ്രത്യേകമായ സംവിധാനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരും ലോകാരോഗ്യ സംഘടനയും ആ കോവിഡ് ബാധിച്ചുള്ള മരണം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ട് ഓരോ നമ്പരും കൃത്യമാക്കിയിട്ടായിരുന്നു ഒരു ഘട്ടം വരെ കേരളം പോയതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അക്കാലത്ത് നമ്മളെല്ലാം സജീവമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്, വളരെ നല്ല ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് അതിരൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും മറ്റും എല്ലാ ഭാഗത്തും വരികയും രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തും ഉള്ളതിനേക്കാൾ വലിയ തോതിൽ ഉയർന്നിട്ട് നമ്മുടെ മരണസംഖ്യ ഉയരുകയും ചെയ്തപ്പോൾ ഏതോ നിലക്ക് എന്തോ ഒരു ദുർബല നിമിഷത്തിൽ ഏതോ നിലക്ക് സംഭവിച്ചു പോയതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ കേന്ദ്രം കൂടെ ഒരല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ, എന്ന് വെച്ചാൽ നിർദ്ദേശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വന്ന പെശകായിരിക്കും. കാരണം അല്ലായിരുന്നുവെങ്കിൽ എത്ര മരണം കോവിഡ് മൂലമാണോ അത്ര തന്നെ മരണം രേഖപ്പെടുത്തപ്പെട്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ രാഷ്ട്രീയ സമ്മർദ്ദം കൂടെ മാധ്യമങ്ങളടക്കമുള്ളവർ വല്ലാതെ കേരളമാകെ മോശമാണ് എന്ന മട്ടിൽ ഏൽപ്പിച്ച സമ്മർദ്ദം കൂടെ ഇതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. ഇത് ഗുജറാത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമാണ് ഹർഷൻ. ഇപ്പോൾ പറഞ്ഞല്ലോ 5812 കോവിഡ് മരണം മാത്രമാണ് അവർ കാണിച്ചത്. പക്ഷേ 44 ഇരട്ടി മരണം അവിടെ യഥാർത്ഥത്തിൽ കോവിഡിൻ്റെ പേരിലുണ്ടായി. 5812 എന്ന് അവരെഴുതി വെച്ചത് അതിൻ്റെ 44 ഇരട്ടിയായിട്ട് ലക്ഷക്കണക്കിന് മരണങ്ങളായിട്ട് പോയി. നമുക്കതറിയാമായിരുന്നു. ഈ UP-യിലൊക്കെ ഈ ഗംഗയിലൊക്കെ ശവശരീരങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നു. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട് ഹർഷൻ. അതായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഈ കോവിഡ് മരണങ്ങളുടെ പട്ടിക വന്നപ്പോൾ, യഥാർത്ഥ കണക്കുകളുടെ പട്ടിക വന്നപ്പോൾ അതിലേറ്റവും സുതാര്യമായിട്ട് കണക്കുകൾ കാണിച്ച സംസ്ഥാനം, നമ്പർ 1 സംസ്ഥാനം കേരളമായത്? അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിനോട് പ്രതികരിച്ച രീതി കൊണ്ടാണ്. ഞാൻ പറയുന്നത് സർക്കാർ മാത്രമല്ല, അതിൽ 90% സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പ് സംവിധാനങ്ങളുടെയും മേൽക്കൈ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ പൊതുസമൂഹമാകെ തന്നെയും നമ്മുടെ പ്രതിപക്ഷമാകെ തന്നെയും തന്നെ നിന്നു എന്നാണ് ഞാൻ പറയുക. എല്ലായ്പ്പോഴും എല്ലാത്തിനുമുള്ള ക്രെഡിറ്റ് സർക്കാരിന് കൊടുക്കുക എന്നത് ഭാവിയിൽ ഈ കോവിഡും കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്നതുകൊണ്ട് പ്രതിപക്ഷത്തുള്ള ആളുകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൊതുവിൽ നമ്മുടെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുള്ള ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് നിർത്താം. അതായത് COVID-19 ലോക്ക്ഡൗൺ സമയത്ത് 2020 റെയിൽവേ ട്രാക്കിലൂടെ നാട്ടിലേക്ക് പോവുകയായിരുന്ന പ്രവാസി തൊഴിലാളികൾ വണ്ടിയിടിച്ച് മരിച്ചു. എവിടെയാണെന്നറിയോ? 2020 മെയ് 8-ാം തീയതി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനടുത്ത് 16 പ്രവാസി തൊഴിലാളികൾ മരിച്ചു. അവർ റെയിൽവേ ട്രാക്ക് വഴി നടന്നിട്ട് മധ്യപ്രദേശിലേക്കുള്ള യാത്രയിൽക്കിടയിലാണ് മരിച്ചത്. അതിൻ്റെ 3 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനത്തിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. പതിവ് വാർത്താ സമ്മേളനത്തിനിടയിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽ പ്രത്യേകമായി പെടുകയും ഞാനത് എഴുതി വെക്കുകയും ചെയ്യുന്നത്. അതിങ്ങനെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു, ഇപ്പോഴും സെർച്ച് ചെയ്താൽ കാണാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചിലർ ബൈക്കിൽ റെയിൽവേ ട്രാക്ക് വഴി നാട്ടിലേക്ക് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വേണ്ട നടപടികളെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ബസ്സില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ റെയിൽവേ ട്രാക്ക് വഴി, ബ്രണ്ണൻ കോളേജിൻ്റെ പിന്നിലുള്ള റെയിൽവേ ട്രാക്ക് വഴി നടന്നിട്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുമായിരുന്നു. റെയിൽവേ ട്രാക്ക് വഴി സൈഡിലൂടെ നടന്നു പോകാം. അപ്പോൾ ഇത് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഈ കുട്ടിക്കാല ഓർമ്മ കൂടെ ഉള്ളതുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ബസ്സും മറ്റു സംവിധാനങ്ങളും നടന്നു പോകാനൊന്നുമില്ല. അതുകൊണ്ട് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ നടക്കാനുള്ള രാജ്യം മുഴുവൻ കിടക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ബൈക്ക് ഓടിച്ച് വരിക എന്ന് വെച്ചാൽ ചാടിയിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തെ ജീവിക്കുന്ന മനുഷ്യർ മറ്റൊരു സംസ്ഥാനത്ത് വേണ്ടി ജോലിക്ക് വേണ്ടി പോയപ്പോൾ ഇവിടെ അസമെന്നും ബംഗാളിൽ ആളുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചോടാൻ പെടാപ്പാടുപെടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ആളുകൾക്ക് യാത്രാ തടസ്സമുള്ളതുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നല്ലോ എന്നോർത്തപ്പോൾ മുഖ്യമന്ത്രി ഇത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ശരിയാണല്ലോ, ഇങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടല്ലോ എന്ന് പ്രത്യേകമായിട്ട് ഓർത്തത് ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു.
പക്ഷേ 3 മാസങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിൽ ഇതേ സംഭവം ഉണ്ടായി. റെയിൽവേ ട്രാക്ക് വഴി പോവുകയായിരുന്ന ആളുകൾക്ക് മേൽ വണ്ടി വന്നിടിച്ചിട്ട് 16 പേര് മരിച്ചു. പിന്നെയും ചെറിയ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി, നമ്മുടെ ഭരണ സംവിധാനം, ഞാനിത് രാഷ്ട്രീയമായിട്ട് പറയുകയല്ല, രാഷ്ട്രീയമായിട്ട് പറയുകയാണെന്ന് കരുതുന്ന ആളുകൾ അങ്ങനെ കരുതിയാലും കുഴപ്പമില്ലെന്ന് വെച്ച് പറയാണ്, നമ്മുടെ ഭരണ സംവിധാനം ഇത്തരം കാര്യങ്ങൾക്ക് മേൽ അതിജാഗ്രതയും അതീവ ശ്രദ്ധയും വെച്ചിരുന്നു. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തിരുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ട്, ഇപ്പോൾ ആളുകൾ പിന്നീട് നമ്മളതിൻ്റെ അപകടാവസ്ഥയെ കഴിഞ്ഞപ്പോൾ കോഴിക്ക് ഫുഡ് കൊടുത്തോ എന്നൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ചീരക്ക് വെള്ളം നനച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ജാഗ്രതയോടെയാണ് നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മുടെ പൊതുസമൂഹമാകെ തന്നെ ഇതിനോട് പെരുമാറിയത്. നമ്മുടെ പൊതുസമൂഹവും കോവിഡിനെ അതീവ ഗൗരവത്തോടെ എടുത്തത്, അല്ലാതെ നിസ്സാരമായിട്ട് ഇതും കടന്നുപോയിക്കൊള്ളുമെന്നല്ല. അതിൻ്റെ ഫലം അവിടെ കിട്ടി. നമ്മുടെ മരണസംഖ്യ കുറവായിരുന്നു. നോക്കൂ, ഇപ്പോൾ ഗുജറാത്തിൽ അവർ കാണിച്ച 5000 ശിഷ്ടം മരണങ്ങൾക്കപ്പുറത്ത് 44 ഇരട്ടി മരണമുണ്ട്. എന്ന് വെച്ചാൽ 1.5 ലക്ഷം ആളുകൾ മരിച്ചു. ഇവിടെയോ 1,95,000. അപ്പോൾ 2 ലക്ഷത്തിനടുത്ത് ആളുകൾ മരിച്ചു. ഇവിടെ മരിച്ചത് 66,000 ആളാണ്. അപ്പോൾ മരണസംഖ്യ കുറഞ്ഞതും മരണസംഖ്യ ഒളിച്ചുവെക്കാതിരുന്നതും കേരളത്തിന് പ്രാപ്തമാക്കിയത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ സവിശേഷതയുടെ ജാഗ്രതയും ഗരിമയും ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ട് കൂടിയാണ്. അത് ഈ ഘട്ടത്തിൽ നമ്മളത് പറയണം, അതിൻ്റെ പേരിൽ അഭിമാനിക്കുകയും വേണം. റൈറ്റ്. അതിലൊരു കാര്യം, ഈ സുതാര്യത എന്നത് നമ്മൾ എക്കാലവും എല്ലാ കാര്യത്തിലും പാലിക്കാറുണ്ട് എന്നതാണ് വസ്തുത. പല കാര്യങ്ങൾക്കും പലതരത്തിൽ പഴി കേൾക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇന്ത്യ ടുഡേയുടെ ഒരു വീഡിയോ കാണുകയായിരുന്നു. ഇവിടെ വ്യാപകമായി മയക്കുമരുന്നിൻ്റെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഇതിൻ്റെ ഡ്രഗ് ക്യാപിറ്റലായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ പലയാവർത്തി പറഞ്ഞതാണ്. എന്താണ് കാര്യം? നമ്മൾ ഈ സുതാര്യത ആ കാര്യത്തിലും പാലിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരമാവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ പിടികൂടുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും മയക്കുമരുന്ന് ഇവിടെ പിടികൂടുന്നില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇവിടെ വളരെ കുറവാണ്. പക്ഷേ കേസുകളുടെ എണ്ണം കൂടുതലാണ്, കാരണം കേസുകൾ വരുന്നുണ്ട്. മറ്റൊന്ന്, ക്രൈം റേറ്റ് പറയുമ്പോൾ എപ്പോഴും കേരളം വഴി കേൾക്കാറുള്ളതാണ്. ക്രൈമിൻ്റെ തലസ്ഥാനമായി കേരളം മാറിയെന്ന്. എന്താണ്? കേരളത്തിലെ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, അത് കേസാവുന്നു, FIR ഇടുന്നു, അതുകൊണ്ട് കേസുകളുടെ എണ്ണം കൂടുന്നു. ഇതൊരു വസ്തുതയാണ്, അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് അങ്ങനെ തന്നെയാണ്. ഈ കാര്യത്തിൽ ഈ സമയത്ത് മറക്കാൻ പറ്റാത്ത ഒന്നുണ്ട്, അത് ശൈലജ ടീച്ചറെ കുറിച്ചാണ്. കാരണം ഈ കോവിഡ് റാണി എന്നാണ് ശൈലജ ടീച്ചർ പിന്നീട് വിളി കേട്ടത്. ഈ കണക്കുകളെല്ലാം വെച്ചുകൊണ്ട് കോവിഡ് റാണി എന്നുള്ള പേര്, അതായത് കേരളമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും തെറ്റായ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് സനീഷ് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റേജ് ഷോയുടെ എന്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ 100% ലിറ്ററസി സാർ, കേരള സാർ എന്നൊക്കെ പറയുന്ന ഒരു കമൻറ്റ് വരികയും അതേ തുടർന്നുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുക. ആ സമയത്ത് മുഴുവൻ നോർത്ത് ഇന്ത്യയിൽ വരുന്ന റീൽസിലെല്ലാം ഇതാണ് കാര്യം. അതായത് കോവിഡ് കണ്ടോ, കോവിഡ് കാലത്ത് ആളുകളെല്ലാം ഇതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച കേരളമല്ലേ, എന്നിട്ടാണോ നിങ്ങൾ അവരുടെ കണക്കിൽ ഇവിടെ 66 ആളുകൾ, അവിടെ 5000 ആണ്. അതായത് ഗുജറാത്തിൽ മരിച്ചിരിക്കുന്നത് 5000 ചില്ലുവാനും പേരാണ്, കേരളത്തിൽ മരിച്ചിരിക്കുന്നത് 65,000 പേരാണ്. അപ്പൊ യഥാർത്ഥ കണക്ക് 2 ലക്ഷം ഉണ്ട് അവിടെ. അതെ ഉണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പൊ അതായത് നമ്മുടെ ഒരു കേരള സാർ ലിറ്റററി അത് തന്നെ കേരള സാർ 100% ഉറപ്പിച്ച് നമുക്ക് പറയാവുന്ന സ്ഥിതിയുണ്ട്. ഇതിൽ നമ്മൾ സർക്കാരിനെയും നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്നവരല്ലാത്തതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളോടും പറയേണ്ടത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സുതാര്യമായിട്ടുള്ളൊരു കണക്ക് കൊടുക്കുന്ന സംവിധാനമാണ്. നാളെ ഇവർ മാറിയിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വന്നാലും അതെ, ഇത് സുതാര്യമായിട്ട് തന്നെ പോകണം. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഗുണമുണ്ടാക്കി തരിക. അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഇങ്ങനെ താഴേക്ക് ഈ മാറ്റിനടിയിലേക്ക് വലിച്ചിടുന്നത് പോലെയല്ല. അതല്ല, തീർച്ചയായും. വൈകിയാണെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ CRS സിസ്റ്റം പുറത്തുവിട്ട 2021 മരണനിരക്ക് രാജ്യത്തെ കോവിഡ് മരണങ്ങളുടെ യഥാർത്ഥ ചിത്രം തുറന്നു കാട്ടുകയാണ്. 1,95,406 കോവിഡ് മരണങ്ങൾ ഗുജറാത്ത് സംസ്ഥാനത്ത് മാത്രമുണ്ടായി എന്നാണ് സിവിൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ അപഗ്രഥിച്ചപ്പോൾ വെളിവായത്. എന്നാൽ ഗുജറാത്ത് രേഖപ്പെടുത്തിയ കണക്ക് വെറും 5,809 പേരുടെ മരണവും. അതായത് 1,89,507 മനുഷ്യർ മഹാമാരിയിൽ മരിച്ചത് രേഖപ്പെടുത്തിയിട്ടേയില്ല, അല്ലെങ്കിൽ അതിന് കണക്കില്ല. അങ്ങനെ 19,70,000-ലേറെ കോവിഡ് മരണങ്ങൾ രാജ്യത്താകെ രേഖപ്പെടുത്താതെ പോയി എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു. രേഖപ്പെടുത്താതിരുന്ന കോവിഡ് മരണങ്ങൾ ഏറ്റവും കുറവ് കേരളത്തിലാണെന്നും ആരോഗ്യ സുരക്ഷയിൽ കേരളം ഒന്നാമതെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണെന്ന് രാജ്യത്തിനൊപ്പം RDX വിലയിരുത്തുന്നു. RDX ഒരിടവേളയിലേക്ക്.